നമസ്കാരം. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയെ ഏതെങ്കിലും സമുദായ നേതാക്കൾ പോയി കാണുന്നത് വലിയ കാര്യമൊന്നുമല്ല. അത് സാധാരണ ഇന്ത്യയിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമൊന്നുമില്ല. സിക്കോ അല്ലെങ്കിൽ പാഴ്സിയോ ജൈനയോ ബുദ്ധയോ ഏത് സമുദായ നേതാക്കൾക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ കാണാം. പക്ഷേ അതിനുള്ള മുൻപ് തന്നെ അതിനുള്ള സമയവും സന്ദർഭമൊക്കെ PMO ഓഫീസിലൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ ഇതാരാണോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അവരുടെയൊക്കെ സഹായത്തോടെ ആയിരിക്കും അത് നടക്കുക. ഇതിനു മുമ്പ് നമുക്കറിയാം, ക്രിസ്ത്യൻ സഭാ നേതാക്കൾ പലതവണയായിട്ട് അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ ഹൈന്ദവ മത സമുദായ നേതാക്കൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല സമുദായ നേതാക്കളും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ കാണാത്ത ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങൾ അടക്കം കൊടുത്ത ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. മുൻപ് പല സമുദായ നേതാക്കളും അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ ആ സമുദായ നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് ആരാണോ ഈ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത്, അതായത് കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് MPമാരെ കൂട്ടുപിടിക്കും, അല്ലെങ്കിൽ മന്ത്രിമാരെ കൂട്ടുപിടിക്കും. അങ്ങനെ ആയിരിക്കും ഒരുപക്ഷേ ഈ PMO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ സൗകര്യമൊക്കെ നോക്കിയായിരിക്കും ഒരുപക്ഷേ ഈ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള അവർ കൂടി ആരാണോ ഇത് തരപ്പെടുത്തി കൊടുക്കുന്നത് അവർ കൂടി അത്തരം കൂടിക്കാഴ്ചകളിൽ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിലും ശരി, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ശരി. എന്നാൽ കഴിഞ്ഞ ദിവസം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ഇവിടുത്തെ കാന്തപുരം വിഭാഗത്തിൻ്റെ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജ് നോക്കിയാലും മറ്റുമൊക്കെ അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി എന്നാണ് അറിയപ്പെടുന്നത്. ആ വിഭാഗത്തിൻ്റെ ഒരു ഉയർന്ന സ്ഥാനമാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 100 വയസ്സോളം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് മന്ത്രിമാരാരുമില്ല, MPമാരാരുമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ആരുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആ വിഭാഗത്തിലുള്ള കുറച്ച് പുരോഹിതരും മറ്റൊക്കെ ഉണ്ട്, പ്രോട്ടോകോൾ കെട്ടുകാരും മറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം കോട്ടും സൂട്ടും ഇട്ട ഒരാളെ കൂടി നമ്മൾ കണ്ടു. അദ്ദേഹം സാധാരണ ഇത്തരം മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കാത്തതാണ്. ഇത്തരം മത നേതാക്കളുമായിട്ടുള്ള മീറ്റിങ്ങിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ കാന്തപുരമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്ന വ്യക്തിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ കാന്തപുരവുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചർച്ചയായിരിക്കും നടത്തിയിരിക്കുക? നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു വിഷയം മാത്രം ചർച്ച ചെയ്തില്ല. കാന്തപുരം നരേന്ദ്രമോദിയെ പോയി കണ്ടതിൻ്റെ കരച്ചിൽ ഒരു ടീമിന് ഇപ്പം തന്നെ ഉണ്ട്. അവർ ഈ ചിത്രങ്ങളും വാർത്തയും വരുന്നതിൻ്റെ താഴെ കിടന്നുകൊണ്ട് ഖുർആൻ സൂക്തങ്ങൾ വരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പോയി കാണാൻ പാടില്ലായിരുന്നു എന്ന തരത്തിലൊക്കെയാണ് അവർ പറയുന്നത്. ഇതിലെ കാതലായിട്ടുള്ള വിഷയം മാത്രം ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. എന്ത് കാരണം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരിക്കും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടി ആ ചർച്ചയിൽ പങ്കാളിയായിരുന്നോ? മറ്റേതെങ്കിലും ഒരു മന്ത്രിയോ MPയോ രാഷ്ട്രീയ നേതാക്കളോ ഇല്ല എന്ന് ഓർക്കണം. പക്ഷേ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ, അതായത് സോഷ്യൽ മീഡിയ കണ്ടതാണ്, ചില ആളുകൾ മാത്രം ചില സാധ്യതകൾ പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് UAE ഭരണാധികാരി വളരെ പെട്ടെന്ന് തീരുമാനിച്ചതിന് പ്രകാരം ഒരു ഏതാനും മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യയിലേക്ക് വരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് പോയി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ പോയി സ്വീകരിക്കുന്നു. അതിനുശേഷം അവർ ചർച്ച നടത്തുന്നു, ചില കരാറിലൊക്കെ ഒപ്പിട്ട് പോകുന്നു. അതിൻ്റെ ഫോളോ അപ്പ് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ പോലെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയവുമായിട്ട് ബന്ധപ്പെട്ടോ എന്തോ കാര്യമായ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കാനോ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ആളുകൾ പറയുന്നുണ്ട്. അപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സംഗതികൾ അവിടെ ചർച്ച ചെയ്തിരിക്കണം. അല്ലാതെ മറ്റ് സമുദായ നേതാക്കളൊക്കെ പോയി കാണുമ്പോഴുള്ള പോലുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നില്ല അത്. അങ്ങനെയാണെങ്കിൽ അവിടെ അജിത് ഡോവലിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അജിത് ഡോവൽ ഉണ്ടായിരുന്നു. മീറ്റിങ്ങിന് ശേഷം കാന്തപുരം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, സുരക്ഷിതരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടെ എല്ലാം കൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയതാണ് എന്നാണ് തോന്നുന്നത്. ഒന്നുകിൽ എന്തോ ഗൗരവമായിട്ടുള്ള കാര്യം മോദിയും അജിത് ഡോവലും കാന്തപുരത്തിനോട് സൂചിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നു. കാന്തപുരത്തിന് അതിൻ്റെ അപകടം മനസ്സിലായിരിക്കുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം അദ്ദേഹം പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങളോട് ഈ പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ തീർത്തും നിരാശരാണ്. കാരണം അവരാരും പ്രതീക്ഷിക്കുന്ന ഒരു മാധ്യമങ്ങളോടുള്ള പ്രതികരണമല്ലല്ലോ വന്നത്. അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നതിൻ്റെ ആശങ്ക ഞാൻ പ്രധാനമന്ത്രിയായിട്ട് പങ്കുവച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത്. അദ്ദേഹം പുറത്തിറങ്ങി പറഞ്ഞ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതമാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചത് കേരളത്തിലെ അടക്കം റോഡുകൾ നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിൽ കൂടി കുറേ കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ മാത്രമാണ്. എപ്പോഴും ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ചോദ്യത്തിന് മാത്രം നമുക്ക് ഉത്തരവില്ല, നമുക്ക് അനുമാനിക്കാൻ മാത്രമേ പറ്റൂ. കാര്യം അത് അത്രയും രഹസ്യ സ്വഭാവമുള്ള മീറ്റിംഗ് ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ അജിത് ഡോവൽ ഈ മീറ്റിങ്ങിന് വന്നിരിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ മോദിയും അജിത് ഡോവലും ഈ കാന്തപുരവും മാത്രമായിരിക്കാം ഒരുപക്ഷേ ആ ചർച്ചയിലുണ്ടായിരിക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവർ പോലും കാണണമെന്നില്ല. ഇത് നമ്മൾ കണ്ട ചിത്രങ്ങൾ അവർ കൊടുക്കുന്ന ചിത്രം മാത്രമാണ്. അവിടെ അകത്തുനിന്ന് നടന്നു എന്നതിനെപ്പറ്റി
നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സാധാരണ സമുദായ നേതാക്കൾ പോയി കാണുന്ന പോലെ ഒരു മീറ്റിംഗ് ആയിരുന്നില്ല അത് എന്ന് അജിത് ഡോവലിൻ്റെ സാന്നിധ്യം തന്നെ തെളിവാണ്.